നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യുക്രൈനിലെ ഒഡേസ തീരത്ത് കരിങ്കടലിൽ ചരക്ക് കപ്പലിന് നേരെയുണ്ടായ റഷ്യൻ മിസൈൽ ആക്രമണത്തിൽ മലയാളിയായിട്ടുള്ള കാസർഗോഡ് സ്വദേശിനിയുടെ ജീവൻ നഷ്ടമായത് ആ യുവാവ് അവിടെ നിന്ന് ജോലി മാറാൻ ഇരിക്കുകയാണ്. കാസർഗോഡ് വെള്ളരിക്കുണ്ട് AKG നഗറിന് സമീപം പന്നിത്തടത്തിൽ ജോയൻ സാലി ദമ്പതികളുടെ ഏക മകൻ അഖിൽ ജോയനാണ് കൊല്ലപ്പെട്ട മലയാളി. 26 വയസ്സ് മാത്രമാണ് അഖിൽ ജോയന്റെ പ്രായം. ഒരേ ഒരു മകനെ യാത്രയാക്കുമ്പോൾ ഓരോ മാതാപിതാക്കളും മനസ്സിൽ സൂക്ഷിക്കുന്നത് ഒരേ ഒരു പ്രതീക്ഷയാണ്, അവൻ തിരികെ വരും. എന്നാൽ വെള്ളരിക്കുണ്ടിലെ ആ വീട്ടിലേക്ക് ഇനി അഖിൽ ജോയൻ തിരിച്ചെത്തില്ല. വിവാഹ സ്വപ്നങ്ങളുമായി പുതിയ ജീവിതത്തിന്റെ പ്രതീക്ഷകളുമായി 1 മാസം മുമ്പ് യാത്ര പറഞ്ഞിറങ്ങിയ ആ യുവാവ് ആക്രമണത്തിൽ മരണപ്പെട്ടിരിക്കുകയാണ്. റഷ്യൻ മിസൈൽ ആക്രമണത്തിൽ ചരക്ക് കപ്പലിൽ ജീവൻ നഷ്ടമായ അഖിൽ ജോയിന്റെ വിയോഗം ഒരു കുടുംബത്തിന്റെ മാത്രമല്ല, ഒരു നാടിന്റെ കണ്ണീർ കഥയായി മാറുകയാണ്. ചെറുപ്പം മുതൽ പോരാട്ടമായിരുന്നു അഖിലിന്റെ ജീവിതം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തെ കരകയറ്റണമെന്ന ആഗ്രഹമാണ് വെറും 19-ാം വയസ്സിൽ തന്നെ മർച്ചന്റ് നേവിയിലേക്കുള്ള അദ്ദേഹത്തെ എത്തിച്ചത്. 19-ാം വയസ്സിൽ തന്നെ നല്ലൊരു ജോലി നേടാനായിട്ട് അഖിലിന് സാധിച്ചു. മുംബൈ ആസ്ഥാനമായ ഓഷ്യൻ ഗ്രേസ് ഷിപ്പിംഗ് ലിമിറ്റഡിന്റെ ഉടമസ്ഥതയിലുള്ള ഗോൾഡൻ ലിയോ എന്ന കപ്പലിൽ 6 വർഷമായി ജോലി ചെയ്യുകയായിരുന്നു. ജോലി മാറാനുള്ള ശ്രമത്തിലായിരുന്നു അഖിൽ എന്ന് അടുത്ത ബന്ധുക്കളും പറയുന്നു. കടലിലെ ഓരോ യാത്രയും സ്വന്തം ജീവിതം മെച്ചപ്പെടുത്താനല്ല, വീട്ടിലെ മാതാപിതാക്കളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായിരുന്നു. ആ സ്വപ്നങ്ങളിൽ ഏറ്റവും വലുത് ഒരു വീട്. വർഷങ്ങളുടെ കഠിനാധ്വാനത്തിനൊടുവിൽ 1 വർഷം മുമ്പാണ് മാതാപിതാക്കൾക്കായി പുതിയ വീട് നിർമ്മിച്ച് ഗൃഹപ്രവേശം നടത്തിയത്. ആ വീട്ടിൽ ഇനി ബാക്കിയുണ്ടായിരുന്നത് ഒരു ആഘോഷം മാത്രമായിരുന്നു, അഖിലിന്റെ വിവാഹം. ഈ വർഷം നാട്ടിലെത്തിയപ്പോൾ വിവാഹത്തെക്കുറിച്ച് തന്നെയായിരുന്നു കൂടുതലും സംസാരിച്ചത്. വിവാഹ നിശ്ചയത്തിനായി 3 മാസം മുമ്പായിരുന്നു അഖിൽ ഏറ്റവും ഒടുവിലായിട്ട് നാട്ടിലെത്തിയത്. ആലപ്പുഴ സ്വദേശിനിയാണ് വധു. 2 മാസത്തിന് ശേഷമാണ് വിവാഹം നടത്താൻ നിശ്ചയിച്ചിരുന്നത്. വിവാഹ നിശ്ചയ ചടങ്ങുകൾക്ക് ശേഷം പിറ്റേ മാസം തന്നെ അഖിൽ ജോലി സ്ഥലത്തേക്ക് മടങ്ങുകയായിരുന്നു. അടുത്ത അവധിക്ക് നാട്ടിലെത്തി വിവാഹം നടത്താമെന്ന തീരുമാനവും കുടുംബത്തിൽ സന്തോഷം നിറച്ചിരുന്നു. 1 മാസം മുമ്പ് ജോലിക്ക് മടങ്ങുമ്പോഴും സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും അതേ സ്വപ്നങ്ങളായിരുന്നു പങ്കുവച്ചത്. ആ യാത്ര തിരിച്ചു വരവിനുള്ളതായിരിക്കുമെന്ന് എല്ലാവരും കരുതി. പക്ഷെ വിധി മറ്റൊന്നായിരുന്നു. ഒരുപാട് പ്രതീക്ഷകളോടെ മകനായിട്ട് കാത്തിരുന്ന ആ ഒരു കുടുംബം ഇനി മകൻ്റെ ചേതനയേറ്റ ശരീരമാണ് ഇനി എത്താൻ പോകുന്നത്. കളിക്കളത്തിലും അഖിൽ ഒരു പോരാളിയായിരുന്നു. വെള്ളരിക്കുണ്ട് സെൻറ് ജൂഡ് സ്കൂളിലെ വിദ്യാർത്ഥിനിയായിരുന്ന കാലത്തു തന്നെ വിവിധ കായിക ഇനങ്ങളിലും മികച്ച കഴിവ് തന്നെ തെളിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് റോൾ പുൾ അപ്പിലും വടംവലിയിലും നിരവധി നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട് അഖിൽ. റോൾ പുൾ അപ്പിൽ ലോക റെക്കോർഡിലേക്ക് എത്തിയ പ്രകടനമാണ് അഖിലിനെ നാട്ടിലെ യുവാക്കളുടെ തന്നെ അഭിമാനമാക്കിയത്. അതായത് ഒരുപാട് യുവാക്കൾക്ക് ഒരു മാതൃകയാകുന്ന, ഇൻസ്പിറേഷൻ ആകുന്ന ഒരു ജീവിതം തന്നെയായിരുന്നു അഖിലിൻ്റേത്. 2023 റെക്കോർഡ് ലഭിച്ചത്. സ്കൂൾ പഠനകാലം മുതൽ മികച്ച വടംവലി താരവുമായിരുന്നു. എന്നാൽ യുദ്ധത്തിൻ്റെ തീ ആളിപ്പടർന്ന യുക്രൈൻ തീരത്ത് ആ സ്വപ്നങ്ങളെല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്നു. ഭക്ഷ്യധാന്യങ്ങളുമായി യാത്ര തിരിക്കാൻ തയ്യാറെടുക്കുകയെന്ന ചരക്ക് കപ്പലിന് നേരെയുണ്ടായ റഷ്യൻ മിസൈൽ ആക്രമണത്തിലാണ് അഖിൽ ഉൾപ്പെടെ 9 പേർ കൊല്ലപ്പെട്ടത്. 8 പേർ കൊല്ലപ്പെട്ടെങ്കിലും അഖിലിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. മകന്റെ മരണവാർത്ത വിശ്വസിക്കാനാകാതെ തളർന്നിരിക്കുകയാണ് അച്ഛൻ ജോയനും അമ്മ സാലിയും. ഒരേയൊരു മകന്റെ വിവാഹത്തിനായി സ്വപ്നം കണ്ട മാതാപിതാക്കൾക്ക് ഇന്ന് കണ്ണീരല്ലാതെ മറ്റൊന്നുമില്ല. വീട്ടിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് അഖിലിന്റെ ചിരിച്ച മുഖവും അടുത്ത വരവിനെ കുറിച്ചുള്ള അവസാന വാക്കുകളുമാണ്. ഉക്രൈൻ തീരത്ത് മർച്ചന്റ് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ മലയാളി ഉൾപ്പെടെ 4 ഇന്ത്യൻ പൗരന്മാരാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ ചൊവ്വാഴ്ച സർക്കാർ റഷ്യൻ സ്ഥാനപതിയെ വിളിച്ചു വരുത്തി മോസ്കോയുടെ ശക്തമായ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യക്കാരുടെ മരണത്തിൽ ഉത്തരവാദിത്തം ആവശ്യപ്പെട്ട ന്യൂഡൽഹി ഈ ആക്രമണം അപലപനീയമെന്ന് വിശേഷിപ്പിച്ചതായും കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി. സംഭവത്തിൽ ഇന്ത്യയുടെ ശക്തമായ എതിർപ്പ് അറിയിക്കാനും വിശദീകരണം തേടാനുമായി വിദേശകാര്യ മന്ത്രാലയം ന്യൂഡൽഹിയിലെ റഷ്യൻ ചാർജ് d'affaires വ്ളാഡിമിർ ലാത്നോവിനെ വിളിച്ചു വരുത്തി. യുക്രൈനിയൻ തീരത്ത് സർവീസ് നടത്തുന്ന ഒരു വ്യാപാര കപ്പലിലെ ജീവനക്കാരായി സേവനമനുഷ്ഠിക്കുന്നതിനിടെയാണ് 4 ഇന്ത്യക്കാരും മരിച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം തുടരുന്നതിനിടെയാണ് ആക്രമണത്തിന് പിന്നിൽ റഷ്യയാണെന്ന് യുക്രൈനിയൻ അധികൃതർ ആരോപിച്ചത്. ഇന്ത്യ തങ്ങളുടെ ഗുരുതരമായ ആശങ്ക റഷ്യയെ അറിയിച്ചിട്ടുണ്ടെന്നും സംഭവ വികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും വൃത്തങ്ങൾ അറിയിച്ചു. ജൂലൈ 19 വൈകുന്നേരം യുക്രൈനിലെ ഒഡേസ തുറമുഖത്ത് നിന്ന് പുറപ്പെട്ട ഗിനിയ ബിസാവു പതാകയുള്ള ചരക്ക് കപ്പലായ MV ഗോൾഡൻ ലിയോ ആക്രമിക്കപ്പെട്ടതിനെ തുടർന്ന് 4 ഇന്ത്യൻ പൗരന്മാർ കൊല്ലപ്പെടുകയും
ഒരാൾക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തതായി വിദേശകാര്യ മന്ത്രാലയമാണ് സ്ഥിരീകരിച്ചത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് നയതന്ത്ര നീക്കം. ധാന്യങ്ങളുമായി പോയ കപ്പലിൽ 5 ഇന്ത്യക്കാർ ഉൾപ്പെടെ 17 ജീവനക്കാർ ഉണ്ടായിരുന്നു. ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് 4 ഇന്ത്യൻ പൗരന്മാർ ദാരുണമായി ജീവൻ നഷ്ടപ്പെട്ടു. ഒരാളുടെ നില ഗുരുതരമാണെന്നാണ് വിദേശകാര്യ മന്ത്രാലയം തിങ്കളാഴ്ച പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത്. ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ വാണിജ്യ ഷിപ്പിംഗിനെയും നിരപരാധികളായ സിവിലിയൻ ക്രൂ അംഗങ്ങളെയും ലക്ഷ്യം വയ്ക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും പറഞ്ഞു. ഇന്ത്യ ഇത്തരം ആക്രമണങ്ങളെ അപലപിക്കുന്നു. വാണിജ്യ ഷിപ്പിംഗിനെ ലക്ഷ്യം വെച്ചുള്ളതും നിരപരാധികളായ സിവിലിയൻ ക്രൂ അംഗങ്ങളെ അപകടത്തിലാക്കുന്നതും അല്ലെങ്കിൽ നാവിഗേഷൻ വാണിജ്യ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്നതും നിന്ദ്യാർഹമാണെന്നും അവ ഒഴിവാക്കണമെന്നും ആവർത്തിക്കുന്നുവെന്നും മന്ത്രാലയം പറഞ്ഞു. യുക്രൈനിലെ ഇന്ത്യൻ മിഷൻ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും ദുരിതബാധിതരെ സഹായിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഞായറാഴ്ച ഒഡേസയിൽ നിന്ന് പുറപ്പെട്ടതിന് തൊട്ടു പിന്നാലെ ധാന്യവുമായി പോയ ഗോൾഡൻ ലിയോ എന്ന കപ്പലിൽ 3 റഷ്യൻ ക്രൂയിസ് മിസൈലുകൾ പതിച്ചതായിട്ടാണ് യുക്രൈൻ ഉദ്യോഗസ്ഥർ പറഞ്ഞത്. ആക്രമണത്തെ തുടർന്ന് കപ്പലിൽ തീ പിടിച്ചതായി യുക്രൈൻ നാവികസേന അറിയിച്ചു. തീർച്ചയായിട്ടും ഇനിയും ഇഷ്ടം പോലെ നമ്മുടെ മലയാളികളായിട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ ഇന്ത്യക്കാർ നിരവധി സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് ഇപ്പോൾ യുദ്ധം നടക്കുന്ന പല മേഖലകളിലും ജോലി ചെയ്യുന്നുണ്ട്. അവരുടെയൊക്കെ തന്നെ ജീവൻ വളരെ അപകടത്തിലാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. കർശനമായി തന്നെ നമ്മുടെ ഇന്ത്യ ഇടപെടും ഈ വിഷയത്തിൽ എന്ന് നമുക്ക് വിചാരിക്കാം.